1990കളുടെ അവസാനം ഇന്റർനെറ്റ് വളരുന്ന കാലഘട്ടം. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വെബ് പേജുകളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ കണ്ടെത്തുന്നത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ 2 ഗവേഷക വിദ്യാർത്ഥികൾ ലാറി പേജും സെർജി ബ്രിന്നും ലോകത്തെ മാറ്റിമറിച്ച ഒരാശയം കണ്ടെത്തി. 1996 അവർ ഒരുമിച്ച് ആരംഭിച്ചത് ബാക്ക്റബ് എന്നൊരു ഗവേഷണ പദ്ധതിയായിരുന്നു. ഇതിന്റെ ലക്ഷ്യം വെബ്സൈറ്റുകൾ തമ്മിലുള്ള ബന്ധം പഠിച്ച് ഏത് വെബ്സൈറ്റുകളാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് കണ്ടെത്തുക. ശാസ്ത്രീയ ലേഖനങ്ങളിൽ സൈറ്റേഷനുകൾ എങ്ങനെ ഒരു പഠനത്തിന്റെ വില കണക്കാക്കുന്നുവോ അതുപോലെ തന്നെയാണ് വെബ്സൈറ്റുകൾ തമ്മിലുള്ള ലിങ്കുകളും വിലയിരുത്താമെന്ന് അവർ കരുതി. ഈ പഠനത്തിൽ നിന്നാണ് പേജ് റാങ്ക് എന്ന പേരിൽ പ്രസിദ്ധമായ അൽഗോരിതം രൂപം കൊണ്ടത്. ലാറി പേജിന്റെ പേരിലാണ് ഈ അൽഗോരിതത്തിന് ഈ പേര് കിട്ടിയത്. ഇന്ന് നമ്മൾ ഗൂഗിൾ എന്ന് വിളിക്കുന്ന സെർച്ച് എഞ്ചിന്റെ അടിസ്ഥാനമായി മാറിയത് ഈ പേജ് റാങ്ക് ആണ്. ആദ്യമായി ഇത് ബാക്ക്റബ് എന്ന പേരിൽ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ 1997 ഒരു പേരുമാറ്റം നടന്നു. ഒരു യോഗത്തിൽ അവരുടെ കൂട്ടുകാരനായ ഷോൺ ആൻഡേഴ്സൺ ഗൂഗിൾ എന്ന വാക്ക് നിർദ്ദേശിച്ചു. ഗണിതത്തിൽ 1 പിന്നാലെ 100 പൂജ്യം വരുന്നത് ഗൂഗിൾ എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം തെറ്റായി ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തു. അത് ലാറിക്കും സെർജിക്കും ഇഷ്ടമായി. അങ്ങനെ അവർ google.com എന്ന ഡൊമൈൻ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ബാക്ക്റബ് ഗൂഗിളായി മാറി. അതേസമയം കമ്പനിയുടെ നടത്തിക്കൊണ്ടുപോകലിന് പണം ഒരു തടസ്സമായി വന്നു. 1998 ഓഗസ്റ്റ് മാസത്തിൽ സൺ മൈക്രോസിസ്റ്റം സ്ഥാപകനായ ആൻഡി ബെക്ടോൾസൈം ഗൂഗിളിന് $1 ലക്ഷം ചെക്ക് നൽകി. ചെക്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ഗൂഗിൾ ഇങ്ക് എന്ന് എഴുതിയിരുന്നു. പക്ഷേ അന്ന് വരെ ഗൂഗിൾ ഇങ്ക് നിയമപരമായി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1998 സെപ്റ്റംബർ 4 കാലിഫോർണിയയിലെ മെൻലോ പാർക്കിൽ ഗൂഗിൾ ഇങ്ക് ഔദ്യോഗികമായി സ്ഥാപിതമായത്. ഗൂഗിളിൻ്റെ ആദ്യത്തെ ഓഫീസ് വളരെ ലളിതമായിരുന്നു. സൂസൻ വൊജിസ്കി എന്ന യുവതി തൻ്റെ ഗാരേജ് $1700 വാടകയ്ക്ക് കൊടുത്ത് അവിടെ പഴയ കമ്പ്യൂട്ടറുകൾ, ഒരു പിങ് പോങ് മേശ, നീല നിറത്തിലുള്ള ഒരു കാർപ്പറ്റ്, ഇതാണ് ഗൂഗിളിൻ്റെ ആദ്യത്തെ ഓഫീസിൻ്റെ സൗകര്യങ്ങൾ. ഇതേ സൂസൻ വൊജിസ്കി തന്നെയാണ് പിന്നീട് യൂട്യൂബിൻ്റെ CEO ആയി ലോകപ്രസിദ്ധയായി മാറിയതും. 1998 ഒരു ഗ്യാരേജിൽ ആരംഭിച്ച ഗൂഗിൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ഭീമന്മാരിൽ ഒന്നായി മാറിയിരിക്കുന്നു. 2024 കണക്കുകൾ പ്രകാരം ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന് $305 ബില്യൺ വാർഷിക വരുമാനം ഉണ്ടായിരുന്നു. 190 രാജ്യങ്ങളിൽ സേവനം വ്യാപിപ്പിച്ചിരിക്കുന്ന ഗൂഗിൾ ദിവസേന കോടിക്കണക്കിന് തിരച്ചിൽ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരെ ലോകത്തിലെ നിരവധി മേഖലകളിൽ ഗൂഗിൾ ഇന്ന് മുൻനിരയിലാണ്. 1998 സെപ്റ്റംബർ 4 ഗൂഗിൾ സ്ഥാപിതമായത് വെറും ഒരു കമ്പനിയായിട്ടല്ല. അത് മനുഷ്യരുടെ അറിവിലേക്കുള്ള പ്രവേശനം ജനാധിവൽക്കരിച്ച വിവരസാങ്കേതിക ചരിത്രത്തിലെ ഒരു നിർണായക തീരുമാനമായിട്ടായിരുന്നു. ഒരു ഗാരേജിൽ നിന്ന് ആരംഭിച്ച കഥ ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ അനിവാര്യമായൊരു സാന്നിധ്യമായി മാറിയിരിക്കുന്നു.